ഹലോ മൈ ഡ്രസ്. അപ്പോൾ എല്ലാവർക്കും ക്രാഫ്റ്റ് ടിപ്സ് എന്ന ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് ഞങ്ങൾ മുറ്റിക്കടവ് വിത്ത് കൃഷിത്തോട്ടം നിറപ്പലി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ മനോഹരമാണ്, ഇൻട്രസ്റ്റ് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് കേട്ടത്. ഞാൻ അവിടെ പോയി നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഹലോ മഡിയസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ 4:30ക്കാണ് എത്തിയത്. ഇവിടുന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ സ്വാഗതത്തിൻ്റെ ഗേറ്റ്. അപ്പോൾ ഇവിടെ ട്രാക്ടറൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ചെണ്ടക്കൊട്ടൊക്കെ കേൾക്കാം. ഇത് അവിടെയാണ് സ്റ്റേജ്. അവിടെ രാത്രി ഗാനമേളയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് നമ്മുടെ ഓർക്കിഡ് പ്ലേസ്. പൂന്തോട്ടം എത്തിയിട്ടില്ല, പക്ഷേ ഇതാണ് നമ്മുടെ ഓർക്കിഡ് പ്ലേസ്. ഇത് ഐസ്ക്രീം കട. പിന്നെ വിശക്കാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട, പുറത്തേക്കൊന്നും പോകണ്ട. ഇവിടെ തന്നെ ഉണ്ട് ആഹാരം, ഭക്ഷണമേള. പിന്നെ ഇവിടെ തന്നെ സെല്ല് ചെയ്യുന്ന അച്ചാർ, സ്പൂൺസ്, പിന്നെ ഉറുമ്പുകളെ കൊല്ലുന്ന സ്പ്രേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഇതാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പ്ലേസ്. പിന്നെ ഇതാണ് സവാരി ചെയ്യുന്ന ഒട്ടകം. അപ്പുറത്ത് കുതിരയുമുണ്ട്. ഇനി ഒരുപാട് സെക്ഷനുകൾ വരുന്നൊരു പ്ലേസാണിത്. എല്ലാതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. അച്ചാറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. കാണിച്ചു തരുമ്പോഴേക്കും ആളുകളൊക്കെ ഇടുക്കി വരും. പിന്നെ ഇതാണ് നമുക്ക് പഠിക്കാനൊക്കെ പറ്റിയൊരു സെക്ഷൻ. ഇവിടെ മലയോര മേഖലത്തിൽ ഉപയോഗിക്കുന്ന, അതിൽ ഉണ്ടാവുന്ന വിവിധ തരം മണ്ണിനങ്ങൾ, ആ മണ്ണുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ആ മണ്ണുകളെന്നും അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇത് ഒരുപാട് സ്റ്റിൽ മോഡൽസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് പഠിക്കാനും അങ്ങനെ ഉപകാരപ്പെട്ട ഒരു സെക്ഷനാണിത്. പിന്നെ അടുത്ത് വരുന്നത് എണ്ണ, മസാജ് ചെയ്യുന്നത്, പഴയകാല മിഠായികൾ എല്ലാം വാങ്ങിച്ച് കൂട്ടിക്കോളൂ, അത്രയ്ക്ക് രസമാണ്. പിന്നെ ഡ്രൈ വെജിറ്റബിൾസ്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീന്, പിന്നെ പുല്ല് വെട്ടുന്ന മെഷീന്, മോപ്പ്, പിന്നെ കാർഷികവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഒരുപാട് ഡിവൈസസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അവർ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് തരും കേട്ടോ. ഈ അച്ചാറും പിന്നെ സുർക്കയിലിട്ടൊക്കെ ഉണ്ട് അവിടെ. ഇത് ട്രാക്ടർ, അതൊക്കെ അവർ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് തുണിക്കട. ഇവിടെ മുണ്ടും ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത് പിന്നെ ഫിഷിൻ്റെ ആണ് കേട്ടോ, ഗപ്പിയാണ് ഇതിൽ വരുന്നത്. അതിൽ വെള്ളം നിറക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഇത് പിന്നെ എണ്ണ, പിന്നെ പലതരം പൊടികൾ, പിന്നെ ഈ ചെടികളുടെ വിത്തില്ലേ, അതൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഒരുപാട് മെഷീൻസാണ്. പിന്നെ അടുത്ത നമ്മൾ വേറൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെടികളുടെ വിത്ത്, ചെടികളും അവിടെ കൊടുക്കും, പിന്നെ ചെടികളുടെ വിത്തും കൊടുക്കും. ഇതൊരു വെറൈറ്റി തരം ചെടിച്ചട്ടിയാണ്. കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് ആ സ്റ്റിൽ മോഡൽ തന്നെയാണ്, പക്ഷെ വേറെ തരം സ്റ്റിൽ മോഡലാണിത്. പിന്നെ ഇത് മരക്കഷ്ണം കൊണ്ട് എന്തോ നിർമ്മിച്ചതാണ്. വായിക്കാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു, അവർ ഉന്തി തള്ളുകയായിരുന്നു. പിന്നെ ഇനിയാണ് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് കടക്കുന്നത് കേട്ടോ. ഇതാണ് അവർക്ക് കിടക്കുന്ന ഗേറ്റ്. പിന്നെ നമ്മുടെ പൂന്തോട്ടം എത്തി പലതരം നിറത്തിലുള്ള ഒരുപാട് പൂക്കൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വ്യൂ. ജമന്തിപ്പൂ, ഇത് ജമന്തിപ്പൂക്കളാണ്. ഓറഞ്ച് കളറിലുള്ള.
പിന്നെ ഇത് ഏതാ പൂവെന്നറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലോ. ഒരു ചുവപ്പും മഞ്ഞയും പച്ചയും ഒക്കെ നിറത്തിലുള്ള ഒരു തരം ചെടിയാണിത്. കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇതേ അപ്പുറത്തെ സൈഡിൽ മല്ലികപ്പൂവുമുണ്ട്, മഞ്ഞ നിറത്തിൽ. കാണാൻ എന്ത് രസമാണെന്നോ. പിന്നെ ഇവിടെ ഓരോ ഡിസൈനിൽ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതേ ഫ്ലവർ വേസിൽ നിന്ന് പൂക്കൾ വരുന്നതും ഹാർട്ട് ഷേപ്പിലുള്ളതും റൗണ്ടിലുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. അതിലൊരു കൂട്ടമായിട്ട് മല്ലികപ്പൂ, അതേതാ ഷേപ്പൊന്നും നോക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് തോട്ടം, ക്യാബേജ് വെണ്ടക്ക തോട്ടമൊക്കെയാണിത്. കാണാൻ തന്നെ നല്ല രസമാണിത്. നിങ്ങൾ മസ്റ്റായിട്ടും വരണം, കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ടും നല്ല രസമുള്ളതാണ്. കണ്ടില്ലേ ആ റൗണ്ടായിട്ടും, അത് നമുക്ക് വിട്ടുനിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. പിന്നെ ഇത് ഒരു ചെറിയ പാലമുണ്ട്, അതിന് മുമ്പ് തന്നെ ഒരു ആനക്കുട്ടിയുണ്ട്, തുമ്പിക്കൈന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് നല്ല രസമാണ് കാണാൻ. ഇത് ഈ പാലത്തിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് ഒരു ആനക്കുട്ടിയുടെ തുമ്പിക്കൈന്ന് ഇങ്ങനെ വെള്ളം വരുന്നത്. പിന്നെ അത് അവിടെ ഒരു ബ്രിഡ്ജില്ലായിരുന്നോ, അത് ഫോട്ടോഷൂട്ടിനാണ്. പിന്നെ ഇനി ബോയ്സൊക്കെ വരികയാണെങ്കിൽ ജേഴ്സി എടുക്കാൻ മറക്കണ്ട, മഡിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനും എൻ്റെ സിസ്റ്ററും ഒട്ടക്കപ്പുറത്ത് പോവുകയാണ്. എൻ്റെ സിസ്റ്റർ കോണി കയറുന്നുണ്ട്. നല്ല എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷേ നല്ല പേടിയും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒട്ടകപ്പുറത്ത് കയറുന്നത്, നല്ല ഹൈറ്റിലായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനിയും പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിന് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. കിഡ്സിന് 100 രൂപ, വലിയവർക്ക് 150 രൂപ. പിന്നെ ഇതാണ് ഭക്ഷണ ഹാള്. നമുക്ക് രാത്രിയാണ് ഇവിടെ കാണാൻ നല്ല രസമാണ്, ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുഡ് ബൈ.